ഒരു കാരണവശാലും ഒരു ബിസിനസ്സിലേക്കൊന്നും അവരുടെ മക്കളെ ഇറക്കാൻ അവർ ആഗ്രഹം കാണിക്കില്ല. റിസ്ക് ആണ് ശരിക്കും യഥാർത്ഥത്തിൽ. അപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ മെന്റാലിറ്റി ബേസ്. അതെ, ഒരു പയ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്ന സമയത്താണ് ഇതെല്ലാം വിട്ടിട്ട് ഒരു റിസ്ക് എടുക്കാനായിട്ട് രഞ്ജിത്തിനൊന്ന് തോന്നിയത്. യെസ്, ചെറിയൊരു കാരണം കൂടിയുണ്ട്. സത്യം പറഞ്ഞാൽ അതിന്റെ ജസ്റ്റ് മുമ്പായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞു. അച്ഛൻ സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു, അമ്മ മാത്സ് ആയിരുന്നു, മകൻ ഞാൻ എല്ലാം നല്ലതായിരുന്നു. ഇപ്പോഴെങ്കിലും പറയണമെന്ന് തോന്നുന്നു, കാരണം 10ാം ക്ലാസ് വരെയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടേ ഇത് ആരും അറിയാതെ പോകാൻ പാടില്ലല്ലോ. ഈ സ്റ്റാർട്ടപ്പ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈപ്പ് ഇപ്പൊ ക്രിയേറ്റഡ് ആണ് ഭയങ്കരമായിട്ട്. അപ്പൊ എല്ലാവരും സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുക. എന്താണ് സ്റ്റാർട്ടപ്പ് എന്ന് പോലും അറിയാതെയാണ് സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം. നിങ്ങളുടെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും നിങ്ങളുടെ ഉണ്ട്, അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇതല്ല ഞാൻ തരുന്നത്. ഗിവ് ആൻഡ് ടേക്ക്. ഞാൻ തരുന്നത് എൻ്റെ വേറെ കുറെ സാധനങ്ങൾ. എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് ഓവർവ്യൂ ഉണ്ട്, എനിക്ക് പ്രോസസ്സിനെയും സിസ്റ്റത്തെയും കുറിച്ച് അറിയാം. ഇത് എങ്ങനെ ആക്കണം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് അറിയില്ല. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് പ്രശ്നമുള്ളത്. ഞങ്ങൾ സിഇഒസിന് വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സംഭവം ഉണ്ടോ? അപ്പോ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ബിസിനസ് ചെയ്യുന്നവൻ എന്തോ പരിഗണന ചെയ്യുകയാണ് എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോഴും കേരളത്തിലെ ആളുകൾ ശക്തമായി വിശ്വസിക്കുന്നു. സാധാരണഗതിയിലുള്ള ഈ സ്കൂളുകളെല്ലാം തന്നെ വളരെ തിയോറട്ടിക്കലി ഇത് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. എന്തിനാ ഞാനിത് പഠിക്കുന്നതെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. കെമിസ്ട്രിയോ ഫിസിക്സോ പഠിക്കുന്ന പോലെ തന്നെ മാനേജ്മെന്റ് പഠിക്കുന്നു. അതെങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കാര്യം മനസ്സിലാവും, അവർക്ക് അറിയില്ല. ഒരു ഓർഗനൈസേഷന്റെ അസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. ആ ടീം നന്നായാൽ എല്ലാം നന്നായി. ഞാനിത് പറയാൻ കാരണം, ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു പ്രസക്ത ഭാഗമാണ്, ഒരു പോസ്റ്റിൽ കണ്ടൊരു പ്രസക്ത ഭാഗമായിരുന്നു ഇത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയാം എന്തായിരുന്നു ഞാൻ കണ്ടതെന്നുള്ളത്. കേരളത്തിലെ ഏറ്റവും ദ ബെസ്റ്റ് എംപ്ലോയർ അവാർഡ് ശ്രീ RL ഭാട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ശ്രീ AR രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഞാൻ ഇന്ന് രാവിലെ കണ്ടു. എന്നെ ഭയങ്കര അധികം അട്രാക്ട് ചെയ്തു. എനിക്ക് ഭയങ്കര അധികം അത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇദ്ദേഹത്തിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം എന്നങ്ങനെ തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ സക്സസ് ജേർണിയും അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ പ്രോഗ്രാമായ സംതിങ് സ്പെഷ്യൽ അദ്ദേഹത്തിനെ കൊണ്ടുവരണം എന്ന് തോന്നി. അങ്ങനെ കയ്യോടെ രഞ്ജിത്തിനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ശ്രീ AR രഞ്ജിത്ത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംതിങ് സ്പെഷ്യലിൽ വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് രഞ്ജിത്ത്. ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരാളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും നിങ്ങളെ പോലെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചും ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു നിമിഷങ്ങളാണ്. ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് തിങ് അല്ലേ? രഞ്ജിത്തിനെ എങ്ങനെ ഫീൽ ചെയ്യണു? അത് തീർച്ചയായിട്ടും ഏതൊരു അവാർഡും ഭയങ്കര സന്തോഷം തരുന്നതാണ്. പെർട്ടിക്കുലർലി ഈ ഒരു പെർട്ടിക്കുലർ അവാർഡ് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. കാരണം ബെസ്റ്റ് എംപ്ലോയർ അവാർഡാണ്. അപ്പോൾ ഒരു എംപ്ലോയറുടെ കടമ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ എല്ലാം എംപവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടീമിനകത്ത് ആരൊക്കെ ഉണ്ടോ അവരുടെ ലൈഫ് സ്റ്റൈലിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് എംപ്ലോയറുടെ ആദ്യത്തെ കടമ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റാഫ് എല്ലാം ഹാപ്പി ആവും. കാരണം അവരുടെ ലൈഫ് സ്റ്റൈലിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവാണ്. അവർക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നു, നല്ല ഡ്രസ്സ് ഇടാൻ പറ്റുന്നു, നല്ല വണ്ടി മേടിക്കാൻ പറ്റുന്നു, നല്ല വീട്ടിൽ താമസിക്കാൻ പറ്റുന്നു. ഇത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ഓൺട്രപ്രണറുടെ കടമയാണ്, ഒരു സംശയമില്ല. ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് എന്നുള്ളത് ഓരോ നിമിഷവും ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു അവാർഡായിരിക്കും എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മാത്രമല്ല എൻ്റെ കൂടെയുള്ള ആൾക്കാരെ എംപ്ലോയീസ് എന്ന് വിളിക്കാൻ പറ്റില്ല, എൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാനും അവരും ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷത്തിലാണ്. പക്ഷെ ഈ ഒരു ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ ഇത്രയ്ക്കും സന്തോഷം തരുന്ന ആ ഒരു നിമിഷങ്ങൾ ഗെയിൻ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. പെട്ടെന്ന് ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല. അങ്ങനെ കേരളത്തിലെ ദ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് എന്നുള്ള ഒരു അവാർഡ് നേടണമെങ്കിൽ ആ ഒരു ജേർണി, അത് എത്ര നാളത്തെ ജേർണിയിൽ നിന്നാണ് ഇങ്ങനൊരു അവാർഡ് ഇന്നിപ്പോൾ നേടിയെടുക്കാൻ പറ്റിയത്? തീർച്ചയായിട്ടും വലിയൊരു ജേണിയാണ്. പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം മുതൽ പറയേണ്ടി വരും. ഞാൻ ജനിക്കുന്നത് വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മെന്റാലിറ്റി ഉണ്ട്, ഒരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയിൽ പോകുന്ന ആൾക്കാർ. അതെ, ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിട്ട് എങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങൾ പോകണം, കറക്റ്റ് ഒരു രീതിയിൽ വളരെ കാൽക്കുലേറ്റഡ് ആണ്, ഭയങ്കര സേഫ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ബിസിനസ്സിലേക്കൊന്നും അവരുടെ മക്കളെ ഇറക്കാൻ അവർ ആഗ്രഹം കാണിക്കില്ല. റിസ്ക് ആണ് ശരിക്കും, നല്ല റിസ്ക് ആണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ മെന്റാലിറ്റി ബേസ്.
അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ നന്നായിട്ട് പഠിപ്പിച്ചു. ഞാൻ അക്കാഡമിക്കലി അടിപൊളിയായിരുന്നു, നല്ല ബ്രില്യൻ്റ് ആയിരുന്നു. അത് കാരണം ഇപ്പോഴെങ്കിലും പറയണമെന്ന് തോന്നുന്നു. കാരണം 10ാം ക്ലാസ് വരെയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടേ ഇത് ആരും അറിയാതെ പോകാൻ പാടില്ലല്ലോ. പക്ഷെ എനിക്കത് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. കാരണം അമ്മയൊക്കെ ഭയങ്കര സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ അമ്മയുടെ സബ്ജക്ട് ഏതാ? അച്ഛൻ സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു, അമ്മ മാത്സ് ആയിരുന്നു. മകൻ? ഞാൻ എല്ലാം നല്ലതായിരുന്നു. ഒറ്റപുത്രനാണോ? ഒറ്റ മകനാണ്. ഓ, അപ്പൊ അച്ഛന്റെ അമ്മയുടെ ഫുൾ ടൈം അക്കാഡമിക്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ട് ആണല്ലേ? ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കുട്ടി. ശരിക്കും അത് അങ്ങനെ ഞാനിപ്പോൾ എടുത്ത് പറയുമ്പോൾ ഭയങ്കര ക്ലീഷയായിട്ടും വിയേർഡായിട്ടും ഫീൽ ചെയ്യുമെങ്കിലും ആ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന പ്രതീക്ഷയുടെ ഭാരം വളരെ കൂടുതലായിരുന്നു. എനിക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു SSLCക്ക്. ഒരു 94% മാർക്ക് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തുള്ള SSLCയിൽ. അപ്പം ഒരു റാങ്കിനോട് അടുത്തുള്ള അറിയാം. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പൊ അവരെല്ലാവരും തന്നെ ഒരു ഡോക്ടർ, അമ്മയ്ക്കൊക്കെ ഡോക്ടർ ആവുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കാലോ, പ്രാക്ടീസ് ചെയ്യാം വീട്ടിൽ തന്നെ, വേറെ എവിടെയും പോകേണ്ട, ഒറ്റ മകനാണ്. പക്ഷെ എനിക്ക് ചോര താല്പര്യമില്ല, ചോര കാണുമ്പോ പേടിയോ. ഇപ്പൊ മാറിയിട്ടുണ്ട് ഏകദേശം. പക്ഷെ അന്ന് നല്ല പേടിയായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ വിചാരിച്ചു എഞ്ചിനീയർ മതി, അങ്ങനെ ആകുമ്പോ നമുക്ക് കറങ്ങുന്ന കസേരയിലൊക്കെ ഇരുന്നിട്ട് നൈസായിട്ട് പോവാലോ എന്നുള്ളതാണ്. പക്ഷെ അറിയില്ല എന്താണ് എഞ്ചിനീയർ എന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ എഞ്ചിനീയർ ആവുന്നു, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നു, മെക്കാനിക്കൽ എടുക്കുന്നു. മെക്കാനിക്കൽ എടുത്ത് ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല. കാരണം ഇത് യന്ത്രങ്ങളുമായിട്ടുള്ള പരിപാടിയാണ്. ലാബിലൊക്കെ പോകുന്ന സമയത്ത് വലിയ ടർബൈനും പരിപാടികളൊക്കെ. അപ്പൊ എനിക്കൊരു ത്രില്ല് തോന്നുന്നില്ല. എനിക്ക് ആളുകളുമായിട്ട് സംസാരിക്കാനാണ് ത്രില്ല് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇന്റർപേഴ്സണൽ സ്കിൽസ് കുറച്ചുകൂടി നല്ലതാണ് എന്റെ എന്ന് എനിക്ക് അന്ന് തോന്നി. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ ക്ലാസ് ലീഡർ ആയിരുന്നു, സെം റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി കൊള്ളാം, ഞാൻ നല്ലൊരു മാനേജറാണ്, ലീഡറാണ്, ഞാൻ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പോഴും ഞാൻ കണക്റ്റഡ് ആണ് മിക്ക ആൾക്കാരുമായിട്ട്. അതിൽ നിന്ന് എനിക്ക് തോന്നി, അപ്പം ഈ 4 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇതല്ല. അപ്പൊ ഞാൻ MBAക്ക് പോയി. MBAയിൽ ഞാൻ HR&M മാർക്കറ്റിംഗ് ആണ് ചെയ്തത്. HR&M മാർക്കറ്റിംഗ് എനിക്ക് കുറെ കൂടി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയിരുന്നു. HR പെർട്ടിക്കുലർലി ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഞാൻ കുറച്ച് ട്രെയിനിങ്ങുകളൊക്കെ ചെയ്തു തുടങ്ങിയായിരുന്നു ഈ MBAക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ, ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സംസാരിക്കുന്നത് കുഴപ്പമില്ല, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറെ കൂടി എംപത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. ഒരാളുടെ ഷൂസിൽ നിന്നിട്ട് മനസ്സിലായി. ബൈ സ്റ്റാൻഡിങ് ഇൻ അതേഴ്സ് ഷൂസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു അങ്ങനത്തെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. ചില സമയത്ത് നല്ല പണി കിട്ടും, പക്ഷെ എന്നാലും അതൊരു വലിയ ക്വാളിറ്റിയാണ്. അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ്, അവർ ചെയ്തതാണ് ശരി എന്നൊക്കെ നമുക്ക് തോന്നും പല സമയത്തും. അപ്പോൾ നമുക്കൊരു സോറി പറയാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് അവരുടെ സൈഡിലേക്ക് പോവാം. ഇപ്പോഴും ഞാനതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് നമ്മൾ ഇഷ്ടാവും, അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചാണ്. അപ്പൊ എനിക്ക് തോന്നി ഇതാണ് എന്റെ പ്രൊഫഷൻ, ഇത് കൊള്ളാം, നല്ല പരിപാടിയാണ്. പക്ഷെ പിന്നെ ഇതൊക്കെ പറയുമെങ്കിലും അൾട്ടിമേറ്റ്ലി നമുക്കൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പം അവിടുന്ന് ആദ്യം എനിക്കൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുന്നത് സെയിൽസിലാണ്. മെറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു കമ്പനി, നമ്മുടെ ഇൻഷുറൻസ് കമ്പനി. ആദ്യമായിട്ട് അവർ US കമ്പനിയാണ് ബേസിക്കലി. അപ്പൊ ആദ്യമായിട്ട് ആ സമയത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ അവര് ഫസ്റ്റ് ടൈമാണ് ക്യാമ്പസിൽ നിന്ന് ഒരു സെയിൽസ് മാനേജർ റിക്രൂട്ട് ചെയ്യുന്നത്. അതായത് അതുവരെ അവര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തിരുന്നത്. ക്യാമ്പസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു സെയിൽസ് മാനേജർ. ഐ വാസ് ദ യങ്ങസ്റ്റ് സെയിൽസ് മാനേജർ ഇൻ മെറ്റ് ലൈഫ് ഇന്ത്യ, ദ ഹോൾ ഇന്ത്യ. അപ്പോൾ അവര് കട്ട റിസ്ക് ആണ് എടുത്തത്, എന്നെ ഒരു സെയിൽസ് മാനേജർ ആക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് അന്നത്തെ എന്റെ സംസാരമൊക്കെ കേട്ടിട്ട് എടുത്തതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി സെയിൽസ് അല്ല എന്റെ പരിപാടി. സെയിൽസ് കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ലേണിംഗ് ഭയങ്കര കുറവാണ്. സെയിൽസിനകത്ത് സെയിൽസ് മോശമെന്നല്ല ഞാൻ പറയുന്നത്, സെയിൽസിനകത്ത് എനിക്ക് ലേണിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാനൊരു ക്വിസറും കൂടിയാണ് ബേസിക്കലി. അപ്പോൾ ഈ ക്വിസ് അതൊക്കെ അമ്മ എനിക്ക് ഇൻസ്റ്റിൽ ചെയ്ത് തന്നിട്ടുള്ള ചില സാധനങ്ങളായിരുന്നു. 2ാം ക്ലാസ് കൂടി ഞാൻ ക്വിസിന് പോയി തുടങ്ങിയതാണ്. അപ്പം ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ നമ്മൾ ട്രോളി കൊല്ലും, പക്ഷെ അൾട്ടിമേറ്റ്ലി അതൊരു സത്യമാണ്. 2ാം ക്ലാസ് മുതൽ ഞാൻ ക്വിസിന് പോയി, ഞാൻ സ്റ്റേറ്റ് വിന്നറൊക്കെ ആയിട്ടുണ്ട് ക്വിസിങ്ങില്. 2ാം ക്ലാസ് 2-3 തവണ. അപ്പം ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഒരു തവണ. അപ്പം ഇവിടെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്വിസിങ് നമ്മൾ ചെറുപ്പകാലത്ത് സ്കൂളിങ്ങിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു മെച്ചം എന്താ വെച്ചാൽ
ഈ നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറും. ശരിക്കും നമ്മുടെ ലോകത്ത് എന്താ നടക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ അലേർട്ട് ആയിരിക്കും, അവെയർ ആയിരിക്കും. നമുക്കൊരു എക്സൈറ്റ്മെന്റ് വരും. ഇപ്പോ നമ്മൾ ഇവിടെ ഒരു സാധനം കാണുമ്പോൾ ഇത് എങ്ങനെയുണ്ടായി, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, ഇത് എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അത് നമ്മളെ ലൈഫ് സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ഈ ക്യൂരിയോസിറ്റിയാണ്. ഇതില്ലെങ്കിൽ തീർന്നില്ലേ സത്യം, വെരി ട്രൂ. അപ്പം അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഒരു ക്യൂരിയോസിറ്റി എന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും എന്നെ ഡ്രൈവ് ചെയ്യുന്നത് അതേ ക്യൂരിയോസിറ്റി തന്നെയാണ്. അപ്പം അങ്ങനെ വന്നിട്ട് ആക്ച്വലി ഞാൻ ഇപ്പം സെയിൽസിൽ പഠിക്കാൻ സ്കോപ്പില്ല, ഈ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള സ്കോപ്പ് കുറവാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കൺസൾട്ടിങ്ങിൽ ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റിൽ കിട്ടി. അങ്ങനെ ഞാൻ അവിടെ പോയി. കേരള ഗവൺമെന്റ് പ്രൊജക്ട് ഒരു രസമുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നു. TCS ആയിരുന്നു പ്രൊജക്ട് ലീഡ് ചെയ്തിരുന്നത്. അപ്പം അത് അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ഈ പ്രൊജക്ടിനെ എങ്ങനെ കൺസൾട്ട് ചെയ്യുന്നു, അവരാണ് കൺസൾട്ട് ചെയ്തിരുന്നത്. അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. കൺസൾട്ടിങ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ ഞാൻ എക്സ്പോസ്ഡ് ആവുന്നത് അവിടെ നിന്നാണ്. TCS ആണ് അത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയത്. അന്ന് TCS പിന്നെ നമ്മുടെ ആ ടീമിൽ കുറച്ച് ആൾക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്തു. പക്ഷേ ഞാനത്ര നല്ല കുട്ടിയായിരുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവരെന്നെ റിക്രൂട്ട് ചെയ്തില്ല. അല്ല, അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ഒന്നല്ല, ഞാൻ എൻ്റെതായിട്ടുള്ള ചില വേസിലൂടെ പോകുന്ന ഒരാളാണ്. അപ്പം അവർക്ക് ഇങ്ങനെ ഭയങ്കര സിസ്റ്റമൈസ്ഡ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. അപ്പം അത് കിട്ടിയില്ല. പക്ഷെ ഐ ഗോട്ട് പ്ലേസ്ഡ് വിത്ത് IBM. പിന്നെ ഞാൻ ഹൈദരാബാദിൽ പോയി. ഹൈദരാബാദിൽ എനിക്ക് കുറച്ചൊരു എക്സ്പോഷർ കിട്ടി. IBM-ന്റെ അടുത്ത് ഏഷ്യൻ പെയിന്റ്സ് ഒക്കെ പോലുള്ള ചില കമ്പനികളിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റി. അതെനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനായി. അവിടെ തന്നെ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. കാരണം അന്ന് നല്ല കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ IBM-ലാകുമ്പോൾ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. അങ്ങനെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഒറ്റ മകനാണ്, വീട്ടിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എഗെയിൻ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം, അച്ഛനും അമ്മയുമാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും അധികം നമുക്ക് കണക്റ്റഡ് ആവേണ്ടതും ആയിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിടന്ന് ഇവരെ കാണാൻ പോലും പറ്റാതെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിൽ ഒരർത്ഥവും എനിക്ക് തോന്നിയില്ല. യെസ്. അപ്പം സീരിയസ്ലി ജെന്യുവൻലി പറയാം, ഞാൻ ഒരു പണിയില്ലെങ്കിലും തിരിച്ചു വരാം എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോൾ നമ്മൾ ഡ്രീമിലുള്ള കറങ്ങുന്ന കസേരയിലുള്ള ഇരിപ്പും ആ ഒരു എന്താ പറയുക സാലറി, നല്ലൊരു പാക്കേജും നല്ലൊരു ലൈഫ് സ്റ്റൈലും, ഇതെല്ലാം ഏതൊരു സാധാരണ ആ പ്രായത്തിലുള്ള ഒരു പയ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്ന സമയത്താണ് ഇതെല്ലാം വിട്ടിട്ട് ഒരു റിസ്ക് എടുക്കാനായിട്ട് രഞ്ജിത്തിനൊന്ന് തോന്നിയത്. യെസ്, ചെറിയൊരു കാരണം കൂടിയുണ്ട്. സത്യം പറഞ്ഞാൽ അതിന്റെ ജസ്റ്റ് മുമ്പായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞു. കാരണം അപ്പം അത് കല്യാണം കഴിയാൻ ഉള്ളൊരു കല്യാണം കഴിഞ്ഞു പെട്ടെന്ന്. അല്ല 27 അത്രയായിട്ടുണ്ട്. അപ്പം അതും ഒരു കാരണമാവാം നാട്ടിലേക്ക് വരാൻ. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരി പറഞ്ഞ പോലെ ആൾക്കൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു, സിംഗർ ആയിരുന്നു, പിന്നെ അതുപോലെ ഡോക്ടറാണ്. അപ്പൊ ഹൈദരാബാദിൽ ഞങ്ങൾ കുറച്ച് ദിവസം പോയി താമസിച്ചു, ഒരു 3-4 മാസം പോയി താമസിച്ചപ്പം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഞാൻ കാലത്ത് പോകുന്നു, രാത്രി വരുന്നു, ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, തെലുങ്ക് അറിയില്ല, എളുപ്പമല്ല. അപ്പൊ അതും ഒരു ചെറിയ റീസൺ ആണ്, കാരണം ഒന്നും ചെയ്യാനില്ല. പിന്നെ എനിക്കും തോന്നി തിരിച്ചു വരണം, നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞാൻ 1-2 ഫ്രീലാൻസ് പ്രൊജക്ട്സ്, ജസ്റ്റ് ഒരു സേഫ്റ്റി നെറ്റിന് വേണ്ടി മാത്രം 1-2 ഫ്രീലാൻസ് പ്രൊജക്ട്സ് എടുത്തിട്ട് രണ്ടും കൽപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ നാട്ടില് ആ ഫ്രീലാൻസ് പ്രൊജക്ടുകൾ വീട്ടിലിരുന്ന് കറങ്ങുന്ന കസേരയില്, വീട്ടിൽ ഒരു കറങ്ങുന്ന കസേര മേടിച്ചിട്ട് ഇരുന്ന്. അന്നേ ഇട്ട പേരാണോ ബ്രഹ്മ ലേണിംഗ്? അല്ല, അത് പിന്നീടാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഫ്രീലാൻസ് അത്ര സുഖമുള്ള പരിപാടിയല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സജീവ് നായർ എന്ന് പറയുന്ന വ്യക്തിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഈ ഉപദേശങ്ങളൊക്കെ ചോദിച്ചു വരും. അപ്പോൾ അദ്ദേഹം ഒരാൾ വേണം ഇത് നടത്താൻ, കാരണം അദ്ദേഹത്തിന് വേറെ കുറേ ബിസിനസ്സുകളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പരിചയപ്പെടുമ്പോൾ നമുക്കൊരു കൺസൾട്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ രണ്ടുപേരും വളരെ സിമിലർ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സുള്ള ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ B സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. ഞങ്ങളൊരു 10 വർഷം മുമ്പാണ് കൃത്യമായിട്ട് പുള്ളി പഠിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു കെമിസ്ട്രി ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ ഫീൽ ചെയ്തു. തോട്ട് ഓഫ് സ്റ്റാർട്ടിങ് സംതിങ്. അങ്ങനെയാണ് ബ്രഹ്മ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു മറ്റുള്ള വേറൊരു കമ്പനിയുടെ ഒരു അംബ്രല്ലയുടെ അടിയിൽ വർക്ക് ചെയ്ത് നിന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് അതുവരേക്കും രഞ്ജിത്തിനുണ്ടായിരുന്നത്. അങ്ങനെ നിന്ന ഒരു രഞ്ജിത്ത് ഇപ്പോൾ ഇദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോഴും നമ്മൾ സ്വന്തമായിട്ടൊരു സാധനം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള ഒരു കമ്പനീനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് നമ്മൾ കൊടുക്കുക,
അതിനൊക്കെ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി അത്രയും നമുക്കൊരു നോളജ് ഉണ്ടാവണം അല്ലേ? നമ്മൾ അത്രയ്ക്കും നമുക്കത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് എഗെയിൻ അപ്പോഴത്തേക്ക് 27-30 ആയാൽ പോലും ഒരു ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ഇറ്റ്സ് എ വെരി ഏർലി ഒരു ഏജ് തന്നെയാണ്. നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യും, അല്ലെ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കും, എങ്ങനെ അവരെ റൈറ്റ് പാത്തിലൂടെ നമ്മൾ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് അദ്ദേഹം രഞ്ജിത്തിലെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ പോലെ അദ്ദേഹവും അല്ല രഞ്ജിത്തിന് സെൽഫിനോട് ഓക്കെ എനിക്കിങ്ങനെ മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും, ഇങ്ങനൊരു വാചകം അടിക്കുക, നല്ല വായാടിയായിട്ട് നല്ല അങ്ങനത്തെ ഒരു പയ്യൻ മാത്രം എന്നല്ല, പക്ഷെ ഇതിന് വേറൊരു ക്വാളിറ്റിയും കൂടെ വേണം. അവിടെ അതെന്താണ്, എന്തൊരു സ്പാർക്കാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ പ്രതിബന്ധമായി നിൽക്കുന്ന വേറൊരു ഘടകം കൂടി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് എന്റെ ലുക്സ് ആണ്. കൊച്ചു പയ്യനെ പോലെ ഫീൽ ചെയ്യാൻ എന്നെ കണ്ടു കഴിഞ്ഞ സമയത്ത്. ഓക്കെ, കാരണം എന്നെ ഇപ്പൊ കാണുമ്പോ ഇങ്ങനെയാണെങ്കിൽ ആ സമയത്ത് എന്തായിരിക്കും ഭയങ്കര ടൂ തിൻ ടൂ സ്ലിം 20 വയസ്സൊക്കെ ഫീൽ ചെയ്യുള്ളൂ എന്നെ കണ്ട. 20-22 വയസ്സൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടി നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഇയാൾക്ക് പറ്റുമോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ ഡെഫിനറ്റ്ലി ഇറ്റ് മാറ്റേഴ്സ് അല്ലേ? കാരണം നിങ്ങൾ ഒരിടത്ത് പ്രസന്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ക്വിസിങ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഏതൊരു വിഷയം പറയുകയാണെങ്കിലും ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ജെന്യുവിനായിട്ട് നടക്കുന്ന സംഭവമാണ്. ഇപ്പൊ കാലത്ത് എണീക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം വായിക്കുന്നത് വിക്കിപീഡിയ ആയിരിക്കും. ഇപ്പൊ ഒരു ജാടയ്ക്ക് വേണ്ടി പറയുന്നല്ലേ, ഇത് അങ്ങനെ സംഭവിക്കുന്നതാണ്. ഇതൊരു ഹാബിറ്റിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് റെലവൻസ് ഉള്ള ഒരു കാര്യം ആയിരിക്കണമെന്നില്ല, എന്തെങ്കിലും കാര്യമായിരിക്കും. ചിലപ്പോ ഒരു സിനിമാ നടനോ നടിയെ കുറിച്ചായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആണത്. അതെ, അപ്പൊ ഞാൻ അതിന്റെ ലിങ്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വിക്കിപീഡിയ ഒരു മെച്ചം അതാ. ഇപ്പൊ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിങ്ക് അതിൽ തന്നെയുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ലിങ്കിലേക്ക് പോകും. അപ്പൊ തുടങ്ങിയോടത്തൊന്നും അല്ല അവസാനിക്കുന്നത്, എവിടേക്കോ അവസാനിക്കും. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആരുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇയാളെക്കാൾ വിവരം എനിക്കുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. നമുക്ക് സ്വന്തമായിട്ട് തോന്നുക ഉണ്ടാവണമെന്നില്ല കേട്ടോ, പക്ഷെ നമുക്ക് തോന്നുകയാണ്. ഈ തോന്നൽ ആക്ച്വലി നമ്മളെ കോൺഫിഡന്റ് ആക്കും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കാണുന്ന സമയത്ത് ആ ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മളൊന്ന് ബേസിക് ആയിട്ടൊന്ന് പഠിക്കും. ഒരു ഇന്റർവ്യൂവിനൊക്കെ ചിലപ്പോൾ രമ്യ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമല്ലോ ഒരു ബേസിക് ആയിട്ട്, അത്തരത്തിലൊരു ബേസിക് നോളജ് എടുത്തു വെക്കും. പിന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള നോളജ് കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ലൊരു സെറ്റ് ആവും. അപ്പൊ ഈ സാധനം നമ്മൾ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ ഇംപ്രസ്ഡ് ആവുന്നത് ഞാൻ 2-3 തവണ കണ്ടു. ആദ്യത്തെ 2-3 നമ്മുടെ എക്സ്പീരിയൻസിൽ അതൊക്കെ പേടിയുണ്ട്. കാരണം നമ്മൾ ആദ്യം പോകുന്നത് 40-50 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഓൺട്രപ്രണേഴ്സിന്റെ അടുത്താണ്. അതും അവരുടെ ഡൊമൈൻ എക്സ്പെർട്ടീസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എക്സ്പീരിയൻസ് തരുന്ന ഒരു എക്സ്പെർട്ടീസ് ഉണ്ടല്ലോ, അതിനെ റീപ്ലേസ് ചെയ്യാൻ എളുപ്പമല്ല, എക്സ്പീരിയൻസിൽ കൂടെ തന്നെ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ജ്വല്ലറി ചെയ്യുന്ന ഒരു ഓൺട്രപ്രണർ, ജ്വല്ലറി ചെയ്യുന്ന ഓൺട്രപ്രണർ അവൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇതിന്റെ ഇൻട്രിക്കസീസിൽ കൂടെ ഒക്കെ പോയിട്ട് 100 കൂട്ട എക്സ്പീരിയൻസ് കൂടെ കടന്നു പോയിണ്ടാവും. ആ സാധനം നമ്മുടെ ഇല്ല. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും നിങ്ങളുടെ ഉണ്ട്, അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതല്ല ഞാൻ തരുന്നത്, ഗിവ് ആൻഡ് ടേക്ക്. അതെ, ഞാൻ തരുന്നത് എൻ്റെ വേറെ കുറെ സാധനങ്ങളുണ്ട്. എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് ഓവർവ്യൂ ഉണ്ട്, എനിക്ക് പ്രോസസ്സിനെയും സിസ്റ്റത്തെയും കുറിച്ച് അറിയാം. ഇത് എങ്ങനെ ആക്കണം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് അറിയില്ല, അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് പ്രശ്നമുള്ളത്. അപ്പം അവരുടെ എക്സ്പീരിയൻസിനും എക്സ്പെർട്ടീസിനെയും നമ്മൾ മാനിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കുള്ള നമ്മളുടെ ചില അഡ്വാൻറ്റേജസ് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവം വർക്കൗട്ട്. അങ്ങനെ അവിടുന്ന് ബ്രഹ്മ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരെണ്ണം തുടങ്ങണം എന്നുള്ളൊരു ഒരു ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു തോട്ടിലായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതോ അത്രയും കോൺഫിഡൻസോട് കൂടി തന്നെ ആയിരുന്നോ അന്ന്? അതായത് ബ്രഹ്മ ലേണിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ 15-16 years ആയി അല്ലേ? അന്ന് അത് തുടങ്ങിയത് അത്രയും കോൺഫിഡൻസ് ലെവലോട് കൂടി തന്നെയാണോ, അതോ ജസ്റ്റ് ഇപ്പൊ പലരും പല സ്റ്റാർട്ടപ്പും ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ട്, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്നുള്ള രീതിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ട്രയലിലായിരുന്നോ അന്ന് രഞ്ജിത്ത് സ്റ്റാർട്ട് ചെയ്തത് തുടക്കം? കോൺഫിഡൻസ് എപ്പോഴും ഉണ്ട്, എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അത് തന്നെയാണോ കരിയർ എന്നുള്ളത് അപ്പോഴും സത്യം പറഞ്ഞ ഉറപ്പുണ്ടായിരുന്നു. ഒരു 2 വർഷത്തേക്ക് ഉറപ്പുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് കൊള്ളാം, കുഴപ്പമില്ല, ആളുകൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പറയുന്നത് കേട്ടോണ്ട് മാത്രം കാര്യമില്ല, അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവണം. നമ്മുടെ വിഷൻ എടുത്ത് പറയേണ്ടത് പ്രത്യേകതയാണ്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഒരൊറ്റ വിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. വിഷൻ എപ്പോഴും
ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത് ശക്തമായ ഒരു വിഷനാണ്, ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് മിക്ക ബിസിനസ് ഓൺടർപ്രണേഴ്സും ഫെയിലിയർ ആവുന്നത്. ഞങ്ങളുടെ വിഷൻ ടു മേക്ക് പോസിറ്റീവ് ആൻഡ് പ്രോഗ്രസീവ് ട്രാൻസ്ഫോർമേഷൻസ് ഇൻ പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻസ് അറൗണ്ട് എന്നുള്ളതാണ്. ലോകത്തിലുള്ള ആളുകളിലും ഓർഗനൈസേഷനിലും പോസിറ്റീവും പ്രോഗ്രസീവുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വിഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ ഇൻബിൽഡ് ആയിട്ടുള്ളതായിരിക്കണം. ഇപ്പോൾ രമ്യ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നണം, ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ പോസിറ്റീവായിട്ടുള്ള സ്പാർക്കെങ്കിലും രമ്യക്ക് എനിക്ക് തരാൻ പറ്റണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം, ജെന്യുവിൻ ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. അതെ അല്ലേ, ഇതിനെ വിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ അതിന് എൻ്റെ ഏറ്റവും അറ്റം വരെ പോകും, എക്സ്ട്രീമിലേക്ക് പോയിട്ട് ഞാൻ ഒരു പോസിറ്റിവിറ്റി, എൻ്റെ സമയം ഞാൻ സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ മാക്സിമം എനർജി ഞാൻ എടുക്കും. അങ്ങനെ ഒരു പോസിറ്റീവ് സ്പാർക്ക് രമ്യക്ക് കിട്ടിയാൽ നാളെ രമ്യ എന്നെ കുറിച്ച് നല്ലത് പറയും, ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും വേറൊരാൾക്ക് റെഫറൻസ് കൊടുക്കും, ഇയാൾ കൊള്ളാൻ കേട്ടോ എന്ന് പറയും. ഇത് നമ്മുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി വലുതാക്കും. അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ്സിനെ വലുതാക്കേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിഷനാണ്. ഒരു ചെറിയ എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. കിടക്ക വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, മാട്രസ് വിൽക്കുന്ന ഒരാൾ. അയാളുടെ വിഷൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കിടക്ക വിൽക്കണം എന്നുള്ളതാവാൻ പാടില്ല. അതിനു പകരം ലോകത്തിലുള്ള എല്ലാവർക്കും ഏറ്റവും സുഖകരമായ ഉറക്കം കൊടുക്കണം എന്നുള്ളതാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും, എങ്ങനെയാണ് ഇത് ഏറ്റവും സുഖകരമാക്കാൻ പറ്റുക, എങ്ങനെയാണ് ഏറ്റവും നല്ല മെറ്റീരിയൽ സോഴ്സ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഏറ്റവും നല്ല സ്റ്റിച്ചിങ് കൊണ്ടുവരാൻ പറ്റുക. അങ്ങനെ ആരെങ്കിലും ആലോചിച്ചുകൊണ്ടായിരിക്കും മിക്കവാറും എന്തുണ്ടായിട്ടുണ്ടാവുക, സ്പ്രിങ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഫോം ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പം മെമ്മറി ഫോമുള്ള ഈ മാട്രസ് വരുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, എനിക്ക് ഇനിയും കുറച്ചുകൂടെ സുഖം വേണം, കുറച്ചും കൂടി സുഖം കൊടുക്കണം. ഇത് ഞാൻ ആലോചിക്കുമ്പോൾ മെറ്റീരിയൽ മാത്രമല്ല ഞാൻ ബെറ്റർ ആക്കുന്നത്, എനിക്ക് എല്ലാവർക്കും ഈ സുഖം കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മാർക്കറ്റിംഗ് അടിപൊളിയാക്കും, ഞാൻ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സൂപ്പറാക്കും. ചുരുക്കി പറഞ്ഞാൽ വിഷൻ സ്ട്രോങ് ആണെങ്കിൽ എൻ്റെ മാർക്കറ്റിംഗ്, എൻ്റെ ഓപ്പറേഷൻസ്, എൻ്റെ HR, എൻ്റെ ഫൈനാൻസ് എല്ലാം ഞാൻ ബെറ്റർ ആക്കും. കാരണം എന്നാലേ എൻ്റെ വിഷൻ നടപ്പിലാവുള്ളൂ. അപ്പം ശരിക്കും എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറയുന്നത് വിഷനാണ്. ബ്രഹ്മ ലേണിംഗ് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമുക്ക് നമ്മുടെ കേരളത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ കേരളത്തിൽ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് സ്റ്റാർട്ടപ്സ് കമ്പനികളും ഇന്ന് വരുന്നുണ്ട്. ചിലരൊക്കെ തുടങ്ങി നമ്മൾ പ്രത്യേകിച്ച് കാണുന്നതാണ്, ഭയങ്കര പ്രതീക്ഷയോടെ ചില കമ്പനികൾ തുടങ്ങും. പക്ഷേ എങ്ങനെയോ അൺഫോർച്ചുനേറ്റ്ലി അവർ വിചാരിക്കാത്ത വണ്ണം പല റീസൺസ് ആയിരിക്കാം പലർക്കും. പക്ഷേ ഒരു 1-2 വർഷം അല്ലെ ഫ്യൂ ഇയേഴ്സ് കഴിയുമ്പോൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ട ഫേസിലേക്ക് അവർ പോവുകയാണ്. ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് നന്നായിട്ടുണ്ടാവാം, പക്ഷെ എന്നാൽ പോലും അവർക്ക് അത് എങ്ങനെ ബ്ലൂം ചെയ്യണമെന്നോ, എങ്ങനെ കമ്പനീനെ റൺ ചെയ്യണമെന്നോ, എങ്ങനെ അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നോ, അതിൻ്റെ മാനേജ്മെൻറ്റ് രീതി ഇതൊന്നും അറിയാൻ വയ്യാതെ സ്റ്റക്കപ്പായി നിൽക്കുന്ന കമ്പനികളും ഉണ്ടാവാം. ഇങ്ങനെ പല റീസൺസ് പല കമ്പനികൾക്കുണ്ടാവും. ഇത്തരത്തിലുള്ള കമ്പനികൾ എന്തുകൊണ്ട് ബ്രഹ്മ ലേണിംഗിലേക്ക് എത്തിപ്പെടണം? രമ്യ പറഞ്ഞ പോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടാണ് ആക്ച്വലി ഒരു കമ്പനി സ്റ്റാർട്ടപ്പിന്റെ കാര്യം എടുക്കാം. നമ്മൾ പലതരത്തിലാണ് നമ്മൾ കൺസൾട്ടിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ ഒരു 90% ഫെയിലിയർ ആണ്. 90 കൂടുതൽ, 90 ഞാൻ ഇങ്ങനെ റൗണ്ട് ഫിഗർ പറഞ്ഞതേ ഉള്ളൂ, 99% എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അത്രയും പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റാർട്ടപ്പ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈപ്പ് ഇപ്പൊ ക്രിയേറ്റഡ് ആണല്ലോ ഭയങ്കരമായിട്ട്. അപ്പൊ എല്ലാവരും സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിത്തിരിക്കുക. എന്താണ് സ്റ്റാർട്ടപ്പ് എന്ന് പോലും അറിയാതെയാണ് സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം. ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശക്തമായ വിഷൻ വേണം എന്നുള്ളതാണ്. വിഷൻ വേണം എന്നുള്ളതൊന്നും പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിക്കാനോ ഒന്നും നമുക്ക് യാതൊരു സംവിധാനങ്ങളും സ്കൂൾ തൊട്ടോ കോളേജിലോ ഒന്നുമില്ല. ഏതെങ്കിലും സ്കൂളിൽ ഓൺട്രപ്രണർഷിപ്പ് പഠിപ്പിക്കുന്നുണ്ടോ? പൈസ ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് കൂടുതലും ഉള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. പൈസ ഉണ്ടാക്കുന്നവൻ ഇവൻ എന്തോ തരിക, ബിസിനസ് ചെയ്യുന്നവൻ എന്തോ തരികട ചെയ്യുകയാണ് എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോഴും കേരളത്തിലെ ആളുകൾ ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ബീയിങ് സെഡ്, ചിലത് ഇപ്പം നിറയെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് വിച്ച് കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ എങ്ങനെ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ബിസിനസ് മാനേജ്മെന്റ് സ്റ്റഡീസ്, ബിസിനസ്സിൽ തന്നെ പണ്ടൊക്കെ BBA മാത്രം കേട്ടിരുന്ന നമ്മൾ, അതിനുശേഷം ഇപ്പോൾ ദർ ആർ പ്ലെന്റി ഓഫ് ഇതുപോലത്തെ കോഴ്സസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ എനിക്ക് എതിരഭിപ്രായം ഉണ്ട് ആ കാര്യത്തിൽ. കാരണം പല ബി സ്കൂൾസിലും ഞാൻ പോയിട്ടുണ്ട്. ഈ ബി സ്കൂൾ സിലബസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനും MBA പഠിച്ചിട്ടുള്ള ഒരാളാണ്. MBA പഠിക്കുന്ന സമയത്ത് ആ MBA പാസ്സാവുക എന്നുള്ളതല്ലാതെ പലപ്പോഴും പല ബി സ്കൂൾസിലും, എല്ലായിടത്തും അല്ല കേട്ടോ, ചില വളരെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഇപ്പൊ ലീഡ് കോളേജ് ഒക്കെ പോലെയുള്ള ചില ബി സ്കൂളുകളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നതാണ്, കാരണം തൊമ്മൻ എന്ന് പറയുന്ന പുള്ളി ഭയങ്കര റവല്യൂഷണറി ആയിട്ട് വളരെ പ്രാക്ടിക്കലി ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ചെയ്യുന്ന പാലക്കാട് ധോണിയിലുള്ള ലീഡ് കോളേജിൻ്റെ ക്യാമ്പസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്.
അതുപോലുള്ള സ്ഥലങ്ങളുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ അതല്ലാതെയുള്ള ബാക്കി എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. എന്നാലും സാധാരണഗതിയിലുള്ള ബി സ്കൂളുകളെല്ലാം തന്നെ വളരെ തിയോറട്ടിക്കലി ഇത് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. ഇത് എന്തിനാ ഞാനിത് പഠിക്കുന്നതെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സാധാരണ കെമിസ്ട്രിയോ ഫിസിക്സോ പഠിക്കുന്ന പോലെ തന്നെ മാനേജ്മെന്റ് പഠിക്കുന്നു. അതെങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കാര്യം മനസ്സിലാവും, അവർക്കറിയില്ല. അപ്പൊ വിഷൻ, ഞാൻ ഇതുവരെ എൻ്റെ MBA പഠിക്കുമ്പോൾ വിഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇതുവരെ എവിടെയും പഠിച്ചിട്ടില്ല. വിഷൻ എത്രമാത്രം സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ലൈക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള അറിവ് വെച്ച്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള ഡിസ്നിയുടെ ഒക്കെ കഥയുണ്ട്. ഡിസ്നി ഒരു ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു പണ്ട്. അപ്പൊ ഈ ആംബുലൻസ് ഓടിക്കുമ്പോൾ പുള്ളി എല്ലാ ദിവസവും കാണുന്നത് വിഷമങ്ങളായിരിക്കും. ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ ദിവസവും കാണുന്നത് വിഷമമായിരിക്കും, രോഗികളായിരിക്കും, മരണമായിരിക്കും, കരച്ചിലായിരിക്കും. ഇയാൾക്ക് ആ സമയത്ത് ഒരു ആഗ്രഹം തോന്നി എല്ലാവരെയും ഹാപ്പി ആക്കണം. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആഗ്രഹമാണ്, സ്ട്രോങ് ഡിസയർ. അങ്ങനെയാണ് ഇയാൾ ആംബുലൻസിന്റെ വാൾസിൽ കാർട്ടൂണുകൾ വരച്ചിട്ട് തുടങ്ങി. കാരണം ഇയാൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ആൾക്കാരെ ഹാപ്പി ആക്കാൻ, പൈസയൊന്നുമില്ല. അപ്പം സൈഡിലൊക്കെ കാർട്ടൂണുകൾ വരച്ചിട്ടു. അപ്പോൾ കുറേ ആൾക്കാർ കളിയാക്കി, സാധാരണ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ന്യൂയോർക്ക് ടൈംസിൽ നിന്നൊരു കോള് വന്നു, ഞങ്ങൾക്ക് വേണ്ടി കാർട്ടൂണുകൾ വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. ഇയാൾ കിട്ടിപ്പോയി. കാരണം ഇയാൾ പലവണ കയറി ഇറങ്ങിയിട്ടുള്ളതാണ് ഒരു കാർട്ടൂൺ വരച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട്. അന്നൊന്നും വിളിച്ചില്ല. ഇപ്പോൾ സംഭവം അവർ വിളിച്ചിരിക്കുന്നു. ഇയാളൊന്നും നോക്കിയില്ല, കൂടുതൽ ആളുകളിലേക്ക് എത്തും, കൂടുതൽ ആളുകൾ ഹാപ്പി ആവും എന്നുള്ളത് കൊണ്ട് ഇയാളത് വരച്ചു തുടങ്ങി. 1928 ഇയാൾക്ക് വീണ്ടും ഒരു കോള് വന്നു. അത് ലോകത്തിലെ ആദ്യത്തെ ആനിമേഷൻ ചിത്രം ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ആനിമേഷൻ എന്ന് പറഞ്ഞിട്ട് പരിപാടി തുടങ്ങുന്നുണ്ട്, നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ ആനിമേഷൻ ചിത്രം ഉണ്ടാകുന്നത്. സ്റ്റീം ബോട്ട് വില്ലി എന്നായിരുന്നു എൻ്റെ പേര്. ആൻഡ് ദ ഹീറോ വാസ് നൺ അതർ ദാൻ മിക്കി മൗസ്. അങ്ങനെയാണ് മിക്കി മൗസ് നമ്മളുടെയൊക്കെ അടുത്തേക്ക് ഇപ്പോഴും നമുക്ക് മിക്കി മൗസിന് ഓർമ്മയുണ്ട് അല്ലേ? അതെ, കഴിഞ്ഞില്ല അവിടെ. അപ്പോൾ അയാളൊരു 1930 കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ധനവാനായി. കാരണം ഇതിൻ്റെ റോയൽറ്റിയൊക്കെ വിറ്റ് പോയിട്ട് ഇയാൾക്ക് കാശുണ്ടായി. അപ്പം കാശുണ്ടാക്കലല്ല സത്യം പറഞ്ഞ വിഷൻ. അങ്ങനെയാണെങ്കിൽ യൂസഫ് അലിക്ക് ചുമ്മാ പുള്ളിക്ക് ഒരു ചാരു കസേരയിലിരുന്ന പോലെ എന്തിനാണ് ഇദ്ദേഹം ഈ ലോകം മുഴുവൻ നടക്കുകയും ഇപ്പോഴും ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്നത്? ഒരു വിഷനാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഹാപ്പി ആക്കണം എന്നുള്ള വിഷനാണ്. അപ്പം ഇദ്ദേഹം ചുറ്റും നോക്കുവാണ്, എല്ലാവരും ഹാപ്പി ആവും ഇല്ല. അപ്പോൾ ഹി സ്റ്റാർട്ടഡ് മേക്കിംഗ് ടോയ്സ്. അങ്ങനെയാണ് ഡിസ്നിയുടെ ടോയ്സ് വരുന്നത്. കാരണം കൂടുതൽ ആൾക്കാരെ ഹാപ്പി ആക്കാം. പിന്നെ നോക്കിയപ്പോൾ ആൾക്ക് മനസ്സിലായി ഫാമിലീസിനെ ഹാപ്പി ആക്കണം. ഈ സ്റ്റാർട്ടഡ് വിത്ത് ഡിസ്നി ലാൻഡ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ഫാമിലീസിനെയും ഹാപ്പി ആക്കാം. ഇപ്പോൾ ജപ്പാനിൽ പോയാലോ ഹോങ്കോങ്ങിലൊക്കെ പോയാലോ നമുക്ക് ഡിസ്നി ലാൻഡിൽ പോവാം. അമേസിങ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ കൂടെ വണ്ടർല വരുന്ന അതിൻ്റെ ഇൻസ്പിറേഷനിലല്ലേ. അത് കഴിഞ്ഞു, എല്ലാവരും ഹാപ്പി ആക്കിയോ? ഇല്ല, എല്ലാവരും ഹാപ്പി ആയിട്ടില്ല. കുറേ ആൾക്കാർ, മുതിർന്ന ആൾക്കാർ അപ്പോഴും ഏറെ പിടിച്ചിരിപ്പുണ്ട്, അവരെയും ഹാപ്പി ആക്കണം എന്ന് ഇയാൾക്ക് തോന്നിയപ്പോഴാണ് ഈ സ്റ്റാർട്ടഡ് ഡിസ്നി എന്റർടൈൻമെന്റ്സ്, ഹോളിവുഡ് പ്രൊഡക്ഷൻ കമ്പനി. നമ്മുടെ അമീർ ഖാന്റെ ദംഗൽ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും, ഗുസ്തിക്കാരനായിട്ട്. ആരാ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിയാമോ? ഡിസ്നിയാണ്. ഡിസ്നി പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. 1966 ഡിസ്നി മരിച്ചുപോയി. 2015 16 ഇറങ്ങിയ ഈ ദംഗൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിസ്നിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമ്മളെ ഹാപ്പി ആക്കാനാ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയാ. ഏഷ്യാനെറ്റ് ഡിസ്നി മേടിച്ചില്ലേ? ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ഇവിടെയുള്ള ഈ കൊച്ചു കോണിലുള്ള മലയാളികളെ മാത്രം സ്വാധീനിച്ചിരുന്ന ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഡിസ്നി മേടിക്കുന്നു എന്ന് പറയുമ്പോൾ 1920 ആ മനുഷ്യൻ ആ ആംബുലൻസിനകത്ത് ഇരുന്ന് കണ്ടിട്ടുള്ള സ്വപ്നം എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള വിഷൻ ആയിരുന്നിട്ടുണ്ടാവും. ഇതിനെയാണ് വിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രഹ്മ ലേണിംഗ് ഇതേപോലെ ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മുടെ ഇവിടെ നമുക്കിപ്പോൾ അറിയാവുന്നതാണെങ്കിൽ ഏതൊക്കെ കമ്പനീസ്? എനിക്കറിയാം ഒരുപാട് കമ്പനീസിന് ഇതുവരേക്കും നിങ്ങൾ ഈ ഒരു ജേർണിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കുറച്ച് കമ്പനീസിന്റെ പേര് പറയാം. ഷുവർ. ഇപ്പോൾ കോർപ്പറേറ്റ് ലെവലിലാണെങ്കിൽ ലുലുവിന്റെ ട്രെയിനിങ്സ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, റിലയൻസിന്റെ ട്രെയിനിങ്സ് ചെയ്തിട്ടുണ്ട്, റിലയൻസ് സ്മാർട്ട് മാനേജേഴ്സിന് വേണ്ടിയുള്ള ട്രെയിനിങ്സ്, അതുപോലെ ഓപ്പോ മൊബൈൽ കമ്പനി അവർക്ക് വേണ്ടി ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്, ആദിത്യ ബിർള ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കോർപ്പറേറ്റ്സ്, മനോരമയ്ക്ക് വേണ്ടി ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം നല്ല റെപ്യൂട്ടഡ് കോർപ്പറേറ്റ് കമ്പനീസ് ആണ്. അപ്പൊ അവിടുത്തെ ആർക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ബ്രഹ്മ? അതായത് അവിടുത്തെ സ്റ്റാഫിനോ? ടോപ്പ് മാനേജ്മെന്റിനാണ് കൂടുതലും ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലുലുവിലാണെങ്കിൽ അവരുടെ പർച്ചേസ് ടീമുണ്ട്. ഏറ്റവും അവസാനത്തെ ട്രെയിനിങ് പർച്ചേസ് ടീമിന് വേണ്ടി മാത്രമായിരുന്നു. അവരുടെ ബയേഴ്സ് ഭയങ്കര പവർഫുൾ ആണ്. ലുലുവിലെ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ലുലുവിലേക്ക് എത്തണമെങ്കിൽ ഇവർ വിചാരിക്കണം
അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണത്. ആ ടീമിന് വേണ്ടിയാണ് അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ലുലുവിൽ കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്പം റിലയൻസിലാണെങ്കിൽ അവരുടെ സ്മാർട്ട് മാനേജേഴ്സിന് വേണ്ടി സ്മാർട്ട് പോയിന്റ്സ് ഉണ്ടല്ലോ, അത് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല ഇപ്പം ഓപ്പോയിലാണെങ്കിൽ അവരുടെ എൻറ്റയർ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ റിക്കറിംഗ് ട്രെയിനിങ്സ് ആയിരിക്കും, സ്ഥിരമായിട്ട് ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ സ്ഥിരമായിട്ട് ട്രെയിൻ ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ, ട്രെയിനിങ് മാത്രം ഒരു 1000 ബ്രാൻഡുകളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. അതേസമയം കൺസൾട്ടിങ്ങിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇത്രയും ധൈര്യത്തോടെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇന്ന് ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നത്. നിങ്ങളുടെ വേ ഓഫ് ആ ഒരു ലേണിംഗ് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ട്രെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അത് എങ്ങനെയാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പം മുന്നേ പറഞ്ഞ പോലത്തെ കോർപ്പറേറ്റ് കമ്പനീസ് ആയിക്കോട്ടെ അല്ലാത്തതൊക്കെ ആയിക്കോട്ടെ, അവരുടെ കമ്പനികളിൽ പോയിട്ട് നിങ്ങളുടെ സ്റ്റാഫ് പോയി ട്രെയിൻ ചെയ്യുകയാണോ, അതോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഒരു ട്രെയിനിങ് അങ്ങനെ ഒരു സ്പേസിലേക്ക് അവർ വരികയാണോ? അതേപോലെ തന്നെ രഞ്ജിത്താണോ ഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് എല്ലാവർക്കും എപ്പോഴും ട്രെയിനിങ് കൊടുക്കുന്നത്? രഞ്ജിത്തിന്റെ പിന്നിലുള്ള ബാക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റം, അവർ ഇതെല്ലാം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. തീർച്ചയായിട്ടും നമ്മൾ ട്രെയിനിങ് പലതരത്തിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന്, നമ്മളുടെ ഓഫീസിനകത്ത് തന്നെ നമുക്കൊരു ട്രെയിനിങ് ഹോൾ ഉണ്ട്. അവിടെ നമ്മൾ കൊടുക്കുന്ന യങ് CEO എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ബിഗിനേഴ്സിന് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യമൊക്കെ കേരളത്തിൽ കുറെ നാളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വേണമെങ്കിൽ ബിഗിനേഴ്സ് കാറ്റഗറിയിലൊക്കെ പെടുത്താവുന്നതാണ്. അതായത് ഞങ്ങൾ അതിനെ വിളിക്കുന്ന ഒരു 4 വീക്ക് MBA എന്നാണ്. 4 ക്ലാസ്സേ ഉള്ളൂ, പക്ഷേ MBAയിലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് യങ് CEO എന്ന് പറയുന്നത്. അത് നമ്മൾ നമ്മുടെ ഓഫീസിലുള്ള ട്രെയിനിങ് ഹോളിൽ വെച്ച് തന്നെ കൊടുക്കുന്ന പരിപാടിയാണ്. അതൊരു 2 മന്ത്സിൽ ബാച്ചസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ല, 4 വീക്സ് കോഴ്സാണ്. ഒന്ന് ഇടപെട്ടിട്ടുള്ള മന്ത്സിലാണ് ഈ കോഴ്സ് നമ്മൾ ചെയ്യാറുള്ളത്. 10 ബാച്ചസ് കഴിഞ്ഞു, 11ാമത്തെ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ April 12th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത ബാച്ച്. ഇത് മാത്രമാണ് നമ്മൾ ഇൻഹൗസ് ആയിട്ട് കൊടുക്കുന്ന സംഭവം. പിന്നെ ഞാൻ CBL എന്ന് പറയുന്ന കുറച്ചും കൂടി ട്രാൻസ്ഫോർമേറ്ററി ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ 10 ബാച്ച് കഴിഞ്ഞു. ഒരു ബാച്ചിനകത്ത് 15 മുതൽ 20 ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവുക. അത് 4 മാസത്തെ കോഴ്സാണ്. അതൊരു കോഴ്സ് മാത്രമല്ല, കൺസൾട്ടിങ് അസൈൻമെന്റ് കൂടിയാണ്. അവരുടെ ഓർഗനൈസേഷനെ കൂടി നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ആ ഓർഗനൈസേഷനിലെ ഏതെങ്കിലും ഒബ്ജക്റ്റീവിനെയൊക്കെ എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ നെല്ലിക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇവിടെയുണ്ട്, കഞ്ഞി കൊടുക്കുന്ന ഒരു ബ്രാൻഡ്, കേട്ടിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ CBL ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവർ അടുത്തൊരു 2 ബ്രാഞ്ചിലേക്ക് കൂടി വന്നു. ഇപ്പോൾ നമ്മളുടെ ആ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവരുടെ റവന്യൂ ഇൻക്രീസ് ആയി, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ആയി. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ CBL പോലുള്ള കോഴ്സുകളിലൂടെ. അപ്പം CBLും ഭയങ്കര എഫക്റ്റീവ് ആണ്. അത് നമ്മൾ മിക്കവാറും ക്രൗൺ പ്ലാസയിലോ മെറിഡിയനിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് അവിടെയാണ് ഈ കോഴ്സുകൾ നടക്കുന്നത്. അതല്ലാതെ ഇനിയിപ്പം മറ്റുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള മെനുവിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ലുലുവിനാണെങ്കിൽ ലുലുവിന് അവരുടേതായിട്ടുള്ള ഫെസിലിറ്റി അവിടെ പോയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് പലതരത്തിലാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങുകളുണ്ട്. അതല്ലാതെ എനിക്ക് ടീമുണ്ട്. നമ്മുടെ ടീമിൽ 50ഓളം പേരുണ്ട്. 50ഓളം ആളുകളെ നമുക്ക്. അതെ. അപ്പൊ ഈ 50 പേരിൽ കുറെ പേര് കൺസൾട്ടൻസ് ആണ്. കൺസൾട്ടൻസ് എന്ന് പറയുമ്പോൾ ദേ വിൽ ബി ആക്ടിങ് ആസ് CEOs, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പോലെ ആക്ട് ചെയ്യും ആ ഒരു കമ്പനിക്ക് വേണ്ടി. മേ ബി ഒരു 6 മാസമോ 8 മാസമോ ഒക്കെ. എന്നിട്ട് അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി തിരിച്ചു വരും. ഇതാണ് ഒരു ലെൻഡിങ് എ CEO എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റാണ്. ഞങ്ങൾ CEOസിന് വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട്. ഗ്രേറ്റ്. അപ്പോൾ തന്നെ ആ ഒരു പീരീഡിൽ കമ്പനിക്ക് എങ്ങനെ യാത്ര ചെയ്യണം, എങ്ങനെ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള സംഭവത്തിലേക്ക് എത്തണം എന്ന് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ, പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമല്ല ആ ഇംപ്ലിമെന്റേഷൻ ഹാൻഡ് ഹോൾഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. എക്സാക്ട്ലി. അപ്പൊ പിന്നെ ടീം സെറ്റ് ആയിക്കോളും. പക്ഷെ ഒരു വലിയ ചലഞ്ച് ഇതിനകത്തുണ്ട്. കാരണം നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ആ ഓൺട്രപ്രണർ പൂർണ്ണമായിട്ട് വിചാരിക്കണം. കാരണം പവർ അയാളുടെ ആയിരിക്കുമല്ലോ എൻഡ് ഓഫ് ദ ഡേ. അപ്പം ഇപ്പോൾ ചിലപ്പം ഒരു ഫണ്ട് ആവശ്യമായിട്ട്, ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഫണ്ട് ആവശ്യമായിട്ട് വരും. ആ ഫണ്ട് റൈറ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാൾ റൈറ്റ് ടൈമിൽ ഡിസിഷൻ അയാൾ എടുത്തില്ലെങ്കിൽ ഇത് ഡിലേഡ് ആവും. ബിസിനസ്സിലെ ഏറ്റവും വലിയ കാര്യം റൈറ്റ് ടൈമിലെ റൈറ്റ് ഡിസിഷൻ മേക്കിംഗ്. എന്തായാലും രഞ്ജിത്തിനെ ഇത്രത്തോളം അറിഞ്ഞ് മനസ്സിലാക്കിയിടത്തോളം ഞാൻ പറയട്ടെ, വാല്യൂ ഫോർ മണി ആയിരിക്കും. സോ ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്രഹ്മ ലേണിംഗ് നിങ്ങൾക്ക് നല്ലൊരു
നിങ്ങളുടെ കരിയറിനെ നിങ്ങളുടെ ബിസിനസ്സിന് നല്ലൊരു ചേഞ്ച് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു എന്തെന്നാ പറയാ ബ്രഹ്മലേണിംഗ് ഒരു വലിയൊരു സംഭവമാക്കി തന്നെ തരും നിങ്ങളെ. അത് നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കോൺഫിഡൻസിലാണ് ശരിക്കും നമ്മൾ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് വെറുതെ പൊങ്ങച്ചം പറയുക എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ പറയല്ല. ഒരാൾക്ക് അങ്ങനെ പറയുന്നത് വളരെ കോൺഫിഡൻസോട് കൂടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഇപ്പോൾ രഞ്ജിത്തുമായിട്ട് സംസാരിച്ച ഈ ഒരു ടോക്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതുള്ളൂ ഹൗ കോൺഫിഡൻറ്റ് ഹീസ് ആൻഡ് എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യണത്, എങ്ങനെ നമ്മളെ റൈറ്റ് പാത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ക്ലിയർലി നല്ല ഭംഗിയായിട്ട് തന്നെ രഞ്ജിത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. താങ്ക് യു രഞ്ജിത്ത്, താങ്ക് യു സോ മച്ച്. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഈ ഒരു 15-16 ഇയേഴ്സ് വളരെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങോട്ട് ലോങ് ഇയേഴ്സ് സൂപ്പറായിട്ട് പോകാൻ പറ്റട്ടെ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്.